കുത്തക കമ്പനികൾക്ക് വേണ്ടി സപ്ലൈകോയെ സർക്കാർ ദയാവധത്തിന് വിധേയമാക്കുന്നുവെന്ന പ്രതിപക്ഷം നിയമസഭയിൽ. സർക്കാരിന്റെ മിസ്മാനേജ്മെന്റാണ് സപ്ലൈകോയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിസന്ധി ഉണ്ട് എന്ന് സമ്മതിച്ച ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും നിയമസഭയെ അറിയിച്ചു. കുത്തക കമ്പനികൾക്ക് വേണ്ടി സപ്ലൈകോയെ സർക്കാർ ദയാവധത്തിന് വിധേയമാക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സർക്കാരിന്റെ മിസ്മാനേജ്മെന്റാണ് സപ്ലൈകോയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിസന്ധിയുണ്ടെന്ന് സംബന്ധിച്ച ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും സഭയെ അറിയിച്ചു. സപ്ലൈകോയിലെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിലാണ് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുമെന്നും സപ്ലൈകോ പ്രതിസന്ധിയിൽ മന്ത്രി ജി.ആർ. അനിൽ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രിസഭയിലുള്ള ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട നിലക്ക് ഈ വകുപ്പിനോട് കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. CPI സംസ്ഥാന കൗൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. സപ്ലൈകോ പ്രതിസന്ധിയെ ചൊല്ലി CPI സംസ്ഥാന കൗൺസിലിലുണ്ടായ ചർച്ചയും ജി.ആർ. അനിലിന്റെ ഭാര്യ ലതാദേവിയുടെ വിമർശനവും ഷാഫി പരാമർശിച്ചു. എന്നാൽ ഇതിനോട് രൂക്ഷഭാഷയിലായിരുന്നു ജി.ആർ. അനിലിന്റെ പ്രതികരണം. സപ്ലൈകോയിലെ പ്രതിസന്ധി താൽക്കാലികമെന്നും ഭക്ഷ്യമന്ത്രി വിശദീകരിച്ചു. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ബഹുമാനപ്പെട്ട ഷാഫി അറിയേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഓഫീസുകൾ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയാലേ നമുക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാകൂ. കഴിഞ്ഞ 2 മാസമായി ചില ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യല്ലേ. സർക്കാരിനുണ്ടായിട്ടുള്ള ഈ പ്രയാസങ്ങൾ സപ്ലൈകോയെ ബാധിച്ചത് മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അത് കൃത്യമായി മാറ്റും. സപ്ലൈകോയെ തകർക്കുന്നത് സർക്കാർ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സപ്ലൈകോ അടച്ചാൽ കുത്തക കമ്പനികൾ കടന്നു വരും, സംശയമില്ല. അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധം ഒരുക്കി കൊടുക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.